പറയുന്നു പച്ചമാങ്ങ കഴിക്കാൻ കൊതി തോന്നുന്നുണ്ടോ? ഇല്ല കേട്ടോ, പഴുത്തമാങ്ങ കഴിക്കാൻ കൊതി തോന്നുന്നു. പച്ചമാങ്ങ ഇഷ്ടമല്ല. റീസെന്റ് ഏരിയ പറയണ്ടായി പുളിയൊക്കെ കഴിക്കാൻ അത് തോന്നുന്നുണ്ട്. അപ്പോഴല്ല ചേട്ടാ, ഇപ്പോഴല്ല. പുളി കഴിക്കാൻ തോന്നുന്നു, മസാല ദോശ കഴിക്കാൻ തോന്നുന്നു, എനിക്ക് തോന്നായിരുന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കം തന്നെ പറയാം, ഇതൊരു രേണു സുധി കണ്ടന്റ് ആണ്. താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ 1-2 ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മെയിനായിട്ട് എന്താ പറയുക, ഇപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും അല്ലെ. ചൂട് കൊണ്ട് നമുക്ക് വീടിനകത്ത് പോലും ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് തന്നെ 1-2 ദിവസങ്ങളായിട്ട് അങ്ങനെ കറക്റ്റായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ എന്തായാലും രേണുസൂതിക്ക് ചൂടും കാര്യങ്ങളും ഒന്നും ഒരു പ്രശ്നമേ അല്ല. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കരമായിട്ട് കറങ്ങിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ബീച്ചിൽ പോയി ഷൂട്ട് ചെയ്യുന്നു. അതുപോലെ ഇവിടെ അടുത്തുള്ള ഒരു ഇല്ലത്തുകാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ ഷൂട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർ വരുന്നതാണ്. അവിടെ രേണുസുതി വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഇങ്ങനെ എത്ര ചൂടാണേലും എന്ത് തരം കാലാവസ്ഥയാണെങ്കിലും അതൊന്നും രണാസനയ്ക്ക് ഒരു പ്രശ്നമേ ഇല്ല. ലെവൽ ഇങ്ങനെ കറങ്ങി അടിച്ച് കുറെ മീഡിയക്കാരെയും കൊണ്ട് നടക്കുകയാണ്. ചാകരയാ കേട്ടോ ഈ ഡ്രസ്സിൽ എനിക്കുള്ള കമന്റ്. കൈ പിടിച്ചോണ്ട് തോളെ പിടിച്ചോണ്ട് നടക്കും, തോളെ പിടിച്ചോണ്ട്. ഹാപ്പി മൂഡ്, ഹാപ്പി മൂഡ്. രേണു ഉണ്ടാക്കുന്ന ഭക്ഷണം വീട്ടിൽ എല്ലാവർക്കും ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? മാഗി. ചുമ്മാ സത്യം. മാഗി മാത്രമേ ഉണ്ടാക്കാൻ അറിയാവുള്ളൂ. അല്ലടാ, വഴക്കുണ്ടാക്കാൻ അറിയാം, ഗോസിപ്പ് ഉണ്ടാക്കാൻ അറിയാം, എല്ലാം ഉണ്ടാക്കാൻ അറിയാം. ഏതോ ഒരു അപരാധ ഷോർട്ട് ഫിലിം റിലീസാകാൻ പോവാണ്. അതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ആലപ്പുഴയിൽ എത്തിയതും ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിക്കുന്നത്. ശരിയാണ്, അവർ ഷൂട്ട് ചെയ്യട്ടെ, അതിനൊന്നും നമുക്ക് ആർക്കും ഒരു പരാതിയില്ല. അവർ ഷൂട്ടിങ്, ആൽബം ഷൂട്ടിങ്ങോ ഷോർട്ട് ഫിലിമോ സിനിമയോ എന്തും ചെയ്യട്ടെ. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിയിൽ ഇതുപോലെ ഇവർ എവിടെയെങ്കിലും പോകുമ്പോൾ ക്ലിപ്പുകൾ എടുത്ത് ഈ മീഡിയക്കാർ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് നമുക്കൊക്കെ ദേഷ്യം വരുന്നൊരു കാര്യം. ഇവളെവിടെയെങ്കിലും ഒരു ഇനാഗ്രേഷനോ അല്ലെ ഷൂട്ടിങ്ങിനോ എന്തിനെങ്കിലും ഇവള് വന്നിട്ടുണ്ടെങ്കിൽ കുറെ മീഡിയക്കാരുണ്ടാവും. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇവളുടെ വീഡിയോസ് മാത്രമായിരിക്കും സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും, മെയിനായിട്ട് ഇൻസ്റ്റഗ്രാമില്. അപ്പോൾ അതിനോടൊക്കെയാണ് നമുക്ക് വെറുപ്പ്. ഇവള് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഇവള് ആൽബം ഷൂട്ട് ചെയ്യോ അല്ലെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷെ എന്തിനാണ് ഇതുപോലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഈ മീഡിയക്കാരെ കൊണ്ടുപോയിട്ട് തിരിയുന്നതും തുമ്മുന്നതും എന്തും എടുത്ത് അങ്ങ് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയാണ്? ഇത് കാണുന്ന ആൾക്കാർ ഒരു പരിധി വരെയൊക്കെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തു ഇരുന്നു. പക്ഷെ ഇപ്പൊ ഇത് തന്നെ പരിപാടിയാണ്. ഇവള് അവിടെ പോയാലും ഉണ്ടാവും കുറെ അധികം മീഡിയക്കാര് ഇവള് പൈസ കൊടുത്ത് കൊണ്ടുനടക്കണ ആണെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്താ അല്ലെ, അവക്ക് ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവളെപ്പെട്ട പോയാലും കുറെ മീഡിയക്കാരെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുകയാണ്. അല്ലാതെ എന്താ ഇതിനൊക്കെ പറയണ്ടേ? എന്നിട്ട് അവളുടെ എന്താ പറയുക, അവൾ ഇടുന്ന ഡ്രസ്സുകളൊക്കെ നല്ല മോഡേൺ രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് അവളുടെ ഏത് ഭാഗമാണ് ഈ മീഡിയക്കാരെ സൂം ചെയ്ത് കാണിക്കുന്നത് പ്രേക്ഷകരെ? ഒന്നല്ലെങ്കിൽ ക്ലീവേജ്, അല്ലെങ്കിൽ പുക്കിള്, ഇതൊക്കെയാണ് അവളുടെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. വളരെ മോശം അനുഭവമായിരുന്നു അന്നത്തെ ആ ഒരു ആൽബത്തിന്. വളരെ മോശം അനുഭവം. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, അതൊരു ഭീഷണി അതുപോലെ ഒരു എന്നെ സംബന്ധിച്ച് അതൊരു വളരെ മാനസിക ശാരീരികമായിട്ടുള്ള പീഡന ശ്രമമാണെന്ന് വരെ ഞാൻ പറയും. കാരണം അത്രയ്ക്ക് മോശം അനുഭവമായിരുന്നു എനിക്ക് ഉണ്ടായിട്ടില്ല. ദുബായിൽ വെച്ച് വിളിച്ചാൽ ലാസ്റ്റ് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയാ, നമ്മൾ ഇതുവരെ ചിന്തിച്ച പോലെ അല്ലാത്ത ഒരു പെട്ടെന്നൊരു നമുക്കൊരു ഇത് വരുമ്പോഴത്തേനും നമ്മളത് സ്വയമായിട്ട് നമ്മൾ വിളിക്കാതെ ശല്യം ചെയ്യാതെ ഇരുന്നാൽ പോലെ, അതല്ലേ നല്ലത്. ഞാൻ വിളിച്ചില്ല, എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചില്ല. ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് കയറി ശല്യം ചെയ്യാൻ പോകും.
കിച്ചുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ അറ്റൻഡ് ചെയ്യാം. ഫോണത്തിന് ചെയ്യാം ചേട്ടാ, ഫോണത്തിന് എന്താ കുഴപ്പം? ഋതപ്പനെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല? ഇല്ല, ഫാമിലിയിൽ ആരും വിളിച്ചിട്ടില്ല? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഇവളെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നും കിച്ചുവിന് ഇവള് വിളിച്ചില്ലെങ്കിലോ തിരക്കിയില്ലെങ്കിലോ അവന്റെ ജീവിതം മുന്നോട്ട് പോയില്ല എന്നാണ് ഇവളുടെ വിചാരം. അവനിപ്പോ നല്ല ഹാപ്പി ആയിട്ട് അവൻ മുന്നോട്ട് പോകുന്നു. കാരണം ഇങ്ങനെ ഒരു അമ്മ ഉള്ളത് അവനൊരു നാണക്കേട് തന്നെയാണ്. അത് എത്രാനമ്മയായാലും, മൂന്നാനമ്മയായാലും, രണ്ടാനമ്മയായാലും. കാരണം അമ്മ അതിൽ അഴിഞ്ഞാട്ടം അല്ലേ ഈ പറയുന്ന രേണുസുതി കാണിച്ചുകൊണ്ട് നടക്കുന്നത്. ഋതപ്പം പിന്നെ കുഞ്ഞാണ്, ആ കുഞ്ഞിന് അറിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ആയിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ ആ ഒരു കുഞ്ഞും വലുതാവും. അപ്പൊ അമ്മയുടെ ഈ ഒരു ദുർനടപ്പ് ആ കുഞ്ഞിനും അത് വലിയൊരു നാണക്കേട് തന്നെയാണ്. ഇപ്പൊ കിച്ചു അത് മനസ്സിലാക്കി അവനായിട്ട് അവന്റെ കാര്യങ്ങൾ നോക്കി അവൻ മുന്നോട്ട് പോകുന്നു. ഇനിയെങ്കിലും ആ കുഞ്ഞിനെ ശല്യം ചെയ്യാതിരിക്കുക, അവനെങ്കിലും സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ. ഏറ്റവും ഇഷ്ടം ഇതാണ്, എന്റെ ഇഷ്ടം പൂത്തിരി ഇഷ്ടമാണ്. മറ്റേ കമ്പിത്തിരി ഇല്ല, പൂത്തിരി കമ്പിത്തിരി പിന്നെ ഇങ്ങനെ അതിഷ്ടമാണ്. എനിക്കെല്ലാം ഇഷ്ടമാണ് മത്താപ്പ്. പിന്നെ ഇങ്ങനെ കറങ്ങത്തില്ലേടാ, അട്ടയോ ചക്രവോ എന്തോ പറയുന്നത്, കടച്ചക്രമോ കറച്ചക്രം അട്ടയെന്നാ പറയുന്നത്. അട്ട പോലെ ഇങ്ങനെ ചുരുട്ടി. പക്ഷെ മുകളിൽ പോയിട്ട് പൊട്ടുന്ന വേണം, അതല്ല നല്ലത്. മുകളിൽ പോയിട്ട് മറ്റേ റോക്കറ്റ് പോലത്തെ ഒരു സാധനം അതിങ്ങനെ പോയിട്ട് പോകുന്ന അങ്ങോട്ട് വരുന്നില്ല, അത് ഇഷ്ടമാണ്. എല്ലാ പടക്കങ്ങളും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, പടക്കങ്ങളെല്ലാം എന്റെ വീട്ടിലൊക്കെ. ഒന്നുകൂടെ ഇമോഷണൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇമോഷണൽ ആയിട്ട് ഇതേപോലെ തന്നെ. എന്തായാലും ഒരു ആത്മാർത്ഥത. മീഡിയക്കാര് മുന്നിൽ നിൽക്കുമ്പോ അങ്ങ് പുക്കിലൊക്കെ അങ്ങ് കാണിച്ച് അങ്ങോട്ട് ഇരിക്കുക. എന്നാലല്ലേ അവരത് ഷൂട്ട് ചെയ്ത് അവര് സോഷ്യൽ മീഡിയയിൽ ഇടത്തുള്ളൂ. എന്നാലല്ലേ നെഗറ്റീവ് ഉണ്ടാകത്തുള്ളൂ, തെറി കിട്ടത്തുള്ളൂ. നെഗറ്റീവ് റീച്ചിന് വേണ്ടിയിട്ട് ഇമാതിരിയൊക്കെ കാണിച്ചു കൂട്ടാനുള്ള ഒരു ധൈര്യം, അയ്യോ അത് അപാരം തന്നെ കേട്ടോ. എത്ര തെറി കേട്ടാലും നെഗറ്റീവ് കേട്ടാലും ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ രേണുസുതി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു, രേണുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വട കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാതെ ഒന്നുമല്ല, അതങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണിച്ചാലല്ലേ അവിടെ നിൽക്കുന്നവർക്കൊരു കണ്ണിനൊരു കുളിർമയൊക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് നാളെ ഇനി എന്തൊക്കെയാണോ കാണിക്കാൻ പോകുന്നത്. ഇന്നിപ്പോ പുക്കിള് കാണിച്ചു, നാളെ ഇനി എന്താണാവോ കാണിക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയേണ്ടി വരും. അവര് പല ഒഴിവുകളും പറയും. ഇനിയിപ്പോ സത്യമായിരിക്കും ചിലപ്പോ, അങ്ങനെയാ. അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ കാര്യങ്ങളാണ്. പക്ഷെ വൈറലാകാൻ എന്തായാലും രേണുസുതി വേണമല്ലോ. നീ എന്തോ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരാളുടെ കാര്യമില്ല, പല ആൾക്കാരുടെ കാര്യമാണ്. പല നായകന്മാരെ ഇതിനകത്ത് നമ്മളല്ല സാർ നോക്കിയതാണ്. അപ്പൊ അവരൊക്കെ പറയുന്ന റീസൺ ഇപ്പം വിവാദമല്ലേ. രേണുസുതി എന്ന് പറഞ്ഞാല് വിവാദമാണ്. സാറിന് കുഴപ്പമില്ല, നമുക്കൊന്നും വിഷയമില്ല. നമ്മൾ ആരുടെ കൂടെ വേണം അഭിനയിക്കും, നമുക്ക് ഇന്നോര് മാത്രം മതിയെന്നൊന്നുമില്ല. ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു എനിക്ക് ഒരു നായകന്റെ അടുത്ത് എപ്പോഴും ഞാൻ എവിടെ ചെന്ന ഒരു സിനിമയ്ക്കകത്ത് വരെ ഞാൻ പറയുന്നത് അവനെ സജസ്റ്റ് ചെയ്തായിരുന്നു, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ആ സമയത്ത്. ഇപ്പൊ ഞാൻ അങ്ങനെയല്ല, ഏത് നായകനാണെന്ന് നമ്മൾ അഭിനയിക്കും. നേരത്തെ അങ്ങനെയല്ലായിരുന്നു, അയ്യോ അവനുണ്ടായാലും നല്ലതായിരുന്നു, നമുക്ക് ഓക്കെ ആയിരുന്നു എന്നൊക്കെ പറയാം. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല.